സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനം ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന ഈ കുനിയയിലെ പ്രിയപ്പെട്ട MLA നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. സാർ, എങ്ങനെയാണ് ഒരു അനുഭവം? കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഇതുവരെ നടന്ന ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ളൊരു സമ്മേളനമാണ് സമസ്തയുടെ സമ്മേളനം. സമസ്ത രൂപീകരിച്ച് 100-ാം വാർഷികം അത് കാസർഗോഡ് ജില്ലയിൽ നടത്താൻ തീരുമാനിച്ചത് ഞാൻ സമസ്തയെ ആദ്യ ദിവസം തന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ ഞാൻ അഭിനന്ദിക്കുകയുണ്ടായി. ഏതായാലും ഇതുപോലൊരു സമ്മേളനം അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും അതിൻ്റെ സംഘാടനം കൊണ്ടും അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യം കൊണ്ടും മറ്റൊരാൾക്ക് നടത്താൻ ഈ ജില്ലയിൽ പറ്റിയിട്ടില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഒരു ഉജ്ജ്വലമായ അധ്യായമാണ് സമസ്ത സമ്മേളനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, സമസ്ത മുന്നോട്ട് വെച്ച ആശയം മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് ഈ സമ്മേളനം മുന്നോട്ട് വെച്ചത്. നമ്മുടെ മതനിരപേക്ഷതയും നമ്മുടെ സെക്കുലറിസവും അഥവാ മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആശയമാണ് മുന്നോട്ട് വെച്ചത്. അതെല്ലാം നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വലിയ കരുത്ത് നൽകുമെന്നാണ് ഞാൻ ഈ സമ്മേളനത്തെക്കുറിച്ച് കാണുന്നത്. നമ്മുടെ ഒരു സമസ്തയുടെ നേതൃത്വത്തെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സമസ്തയുടെ നേതൃത്വം നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന വലിയ നേതൃത്വമാണ്. ജിഫ്രി തങ്ങളായാലും നമ്മുടെ മുക്കം ഉമർ ഫൈസി ആയാലും അദ്ദേഹമെല്ലാം അവരെല്ലാം ഈ ഉസ്താദ് ഇവരെല്ലാം ഈ മതപണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ പൊതുവെ വലിയൊരു സ്ഥാനമുണ്ട്. അതൊരു നിസ്സാരമായിട്ട് എടുക്കേണ്ടതല്ല. എല്ലാവർക്കും അത് ഇനിയിപ്പോൾ ആ മതക്കാർ മാത്രമേ കേൾക്കുന്നൊന്നുമല്ല. പൊതുജനം തന്നെ അവരുടെ വാക്കുകൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്നുണ്ട്, ഭരണകൂടവും കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമസ്തയെ നയിക്കുന്ന അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ ആരായാലും മതപണ്ഡിതന്മാർക്ക് അവരുടേതായ പ്രത്യേകതയുണ്ട്, അവർക്ക് വലിയ സ്ഥാന സമൂഹത്തിലുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. അല്ലാണ്ട് അത് അവരൊന്നും അല്ലാത്തവരൊന്നും അഭിപ്രായം ഞങ്ങൾക്കാർക്കും ഇല്ല.